അമ്മല്ലതിന ആമനു. അതുകൊണ്ട് വിശ്വസിക്കുകയും സമാധാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ ബില്ലാഹി അള്ളാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് ബിഹി ഇതിനെ ഇൽത്തിസാമ് ചെയ്യണം. ബിഹിയാണ് അവിടെ ലൈറ്റുകളില്ല. ഇപ്പൊ അവരെന്താ കണ്ടുപിടിച്ചാണ് ഖുർആനും സുന്നത്തും ഒക്കെ തന്നെയാണ്. അതിന് തന്നെ ഹദീസിന്റെ എതിരാണ്. കറക്റ്റൊക്കെയും അമ്രൈനി ലം തവില്ലുമാ തമസക്കും ബിഹിമാമ അത് രണ്ടും രണ്ടായില്ലെങ്കിൽ നബി പറഞ്ഞുകൂടി അവിടെ പാകെ ഇറങ്ങാറായിട്ട് വെക്കാം. ഖുർആൻ പറയുന്നവർക്കൊക്കെ ബിഹിന്നുള്ളൂ, ബിഹിമല്ല. അപ്പൊ ഇതില് ആസൂത്രിതമായി കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നത് എന്താണ്? അപ്പൊ ഖുർആനും സുന്നത്തും ഒന്നാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് പോക്കാൻ നമ്മളുടെ കാര്യം ഇവര് തീരുമാനിച്ചത്. പക്ഷെ അതിന് വിഘാതമായിട്ടൊരു ഹദീസ് ഉണ്ടല്ലോ, അതിന് വിഘാതമായിട്ടൊരു ഹദീസ് ഉണ്ടല്ലോ. അതിന് നമ്മളെന്താ പറയുക? കറക്റ്റ് കേൾക്കും മാത്രമേ അത് രണ്ടും രണ്ട് കാര്യമായിട്ട് ഹദീസ് പറഞ്ഞു. ഖുർആൻ പറയുന്നത് വാർത്തത്തിനു ബിഹി, അവിടെ ബിഹിമുണ്ടോ? ബിഹിമുണ്ടോ? അവിടെ രണ്ടെണ്ണുണ്ടോ? ആ കയറെ പറഞ്ഞത് വാർത്തത്തിനു ഹബിലില്ലാഹിന്റെ കയറെ പറഞ്ഞത് എത്ര കയറുണ്ട്? ഒരു കയറുള്ളൂ. അതാണ് വാർത്തത്തിനു ബിഹി. അതുകൊണ്ട് അതിന് നിങ്ങൾ മുഴുവൻ അതിന് സ്വയം വിശ്വസിക്കാൻ ഈ ക്രിയകളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാവുന്നതിനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്താ? അതിനൊക്കെ ആശയുണ്ട്. അതിന് സ്വയം നിങ്ങളിങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് അങ്ങനെ നിന്നോളും. നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? യുദ്ധിലുഹും നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഈ റഹ്മത്തിൻ മിൻഹു അവനിൽ നിന്നുള്ള കാരുണ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കും. ഇത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിക്കാതെ അവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ വചനത്തെ വിശ്വാസത്തിലെടുക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ ഈ ഖുർആൻ മാത്രം എടുക്കും. ഈ വാർത്തത്തിനു ബിഹി എന്ന് പറഞ്ഞാൽ എത്ര കയറുണ്ട്, എത്ര ലൈറ്റ് ഉണ്ട്? ഈ കറക്റ്റ് ബീക്കും അമ്മയൊക്കെ എവിടുന്ന് കിട്ടിയതാണ് അവസരം. ഞാൻ ഹജ്ജത്തിൽ വിധായിട്ട് പ്രസംഗിച്ചോളൂ. ഹദീസ് ഒന്നുപോലും പറയരുതെന്നാണ് ഒരു ഹദീസ് വന്നു. ഏതായാലും അവിടെ കിടക്കട്ടെ. മനസ്സിലിങ്ങനെ തീരുമാനിക്കും പറഞ്ഞ ഒരു ഹദീസും വരാതിരിക്കട്ടെ വായില്. കാരണം ഒരു ഹദീസിന്റെ ജ്ഞാനമെങ്കിലും നിങ്ങൾ കേൾക്കാതിരിക്കട്ടെ എന്നെ മനസ്സിൽ. ഒരു ആയത്ത് കേൾക്കട്ടെ എന്നാ, ഒരായത്ത് പഠിക്കുക. ഒരു ഹദീസ് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അപ്പോൾ ആയത്ത് പഠിക്കണം, ഹദീസ് പഠിക്കണ്ട. അതുകൊണ്ട് ഫഅ്തസിമൂബിഹി, അതുകൊണ്ട് ആ വെളിച്ചത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പൊ അവൻ ആ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് രണ്ടും പറ്റും. അവൻ നിങ്ങളെ ഗൈഡൻസ് മാർഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സിറാത്തൻ മുസ്തഖീമ, അതാണ് നിങ്ങളുടെ ചൊവ്വായ സ്ട്രൈറ്റ് പാത. അതാണ് എവിടുക്ക ഏതാണ് ഖുർആനിന്റെ പാത എന്ന് മനസ്സിലായത്. അതാണ് ഖുർആനിന്റെ പാത. ഈ ഖുർആനിന്റെ പാത നമ്മൾ പിൻപറ്റി ആ പാതയിലാണ്. അത് വേറൊരു ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചു, അന്നഹാദ, തീർച്ചയായും ഇതാണ് സിറാത്തി മുസ്തഖീമ, എന്റെ ചൊവ്വായ പാത ഇതാണ്. ഫത്തബിഊഹു, അവിടെ ഉണ്ടോളൂ. ഫത്തബിഊഹു, അതിനെ മാത്രം നിങ്ങൾ ഇത്തിബാഅ് ചെയ്യും. അതിനെ മാത്രം നിങ്ങൾ ഇത്തിബാഅ് ചെയ്യാം. അപ്പൊ അവർ ചോദിച്ചാൽ കിബില ഇത്തിബാഅ് ചെയ്യേണ്ടതാണ്. കിബില പിൻപറ്റുന്നത് അത് വേറെ വിഷയമാണ്. അല്ല, ഒരു മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ ഇത്തിബാഅ് ചെയ്യലെന്നെ അങ്ങനെ നടക്കുകയാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യും. അപ്പൊ ഒരുപാട് കിബിലയെ ഇത്തിബാഅ് ചെയ്യണം. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹു അല്ലാത്ത രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത്. അപ്പൊ അല്ലാഹുവാകുന്ന രക്ഷാധികാരിയെയും അവന്റെ മാർഗനിർദ്ദേശത്തെയും മാത്രമേ നിങ്ങൾ പിൻപറ്റാവൂ. ഒരാൾ കെട്ടപ്രവർത്തിപ്പില്ല. മറ്റേ പിൻപറ്റപ്പെട്ട പിന്നീട് നമുക്ക് ഓരോന്ന് വിശദീകരിക്കുമ്പോൾ ഞാൻ പറയാം. ഒരാൾ കെട്ടപ്രവർത്തിപ്പില്ല, വ്യത്യസ്ത മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ആ സുബിലി എന്ന വാക്ക് വരെ വിലയിരുത്തല്ലോ. അത് ഞാൻ ആലോചിക്കണം. ഈ സുബിലിനെ മാറ്റി കുറുക്കായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും അർത്ഥം തന്നെയാണ്. രണ്ടും അർത്ഥം ഒന്നാണ്. ഈ ഹദീസ് ഇന്ന പരീക്ക് കൂടി വന്നതാണ്, ഈ ഹദീസ് ഇന്ന പരീക്ക് കൂടി വന്നതാണ്, ഈ ഹദീസ് ഇന്ന പരീക്ക് കൂടി വന്നതാണ്. അതാണ് തുറക്ക്. ആ പദവി സുബിലി എന്നുള്ള ശരീര സുബിലി എന്നുള്ള പദത്തെ
ത്വരീഖ് കുറുക്ക് എണ്ണാക്കി എന്നല്ലാതെ അതേ പദത്തെ തന്നെ ഇവർ ഈ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി മാറ്റിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഹദീസിനെ തോൽക്കുന്നില്ല പറയും അതിന്റെ ത്വരീഖ് ഇന്ന ത്വരീഖാണെന്ന് പറയും, അതിന്റെ പാഠം അത് ഇന്ന ത്വരീഖിൽ കൂടി വന്ന ഹദീസാണെന്ന് പറയും, ആ ഹദീസ് ഇന്ന ത്വരീഖിൽ കൂടി വന്ന ഹദീസാണെന്ന് പറയും. വേറെ ഹദീസ് എടുത്താൽ അത് ഇന്ന ത്വരീഖിൽ കൂടി വന്ന ഹദീസാണെന്ന് പറയും. അത് ഈ ഒരുപാട് ത്വരീഖുകൾ കുടുംബം കൊടുത്താൽ ഒരുപാട് സെബീലുകൾ കൂടുമ്പോൾ സുബിലാവുന്നത് പോലെ അള്ള പറയുന്ന സുബിലുകളെ നിങ്ങൾ പിൻപറ്റരുത്, ഫോളോ ചെയ്യരുത് എന്ന് പറയാം. പക്ഷെ നമ്മുടെ സമൂഹം എന്ത് ചെയ്തു? ആ വാക്കിനും അതേ അർത്ഥമുള്ള വേറൊരു പദമാക്കി മാറ്റിയിട്ട് ആ സെബീലുകളിലൂടെ പോയി, ആ കുറുക്കുകളിലൂടെ നമ്മുടെ സമൂഹം പോയി. ഈ ഒരൊറ്റ വഴിയെ സ്വീകരിക്കേണ്ടതിന് പകരം ഒരുപാട് വഴികൾ സ്വീകരിച്ചു. അങ്ങനെ ഗ്രൂപ്പുകളായി മാറി ദിക്കും നിങ്ങളെയും കൊണ്ട് സബീലിഹി അവന്റെ ആ ശരിയായ സബീലിൽ നിന്ന്, അതാണ് ഇതിന് സബീൽ, അല്ലാതെ വഴിയാത്രക്കാരനല്ല. അള്ളാന്റെ സബീൽ അസ്സബീൽ എന്നാ വന്നത്. ഈ അസ്സബീല് അതാണ് ആ സബീലിന് മാത്രമേ അലിസ്ലാമത്തെ സബീൽ പറഞ്ഞ അള്ളാഹുവിന്റെ മാർഗം, അല്ലാതെ ഈ കണ്ണൂരങ്ങാടി കൂടി നടന്നു പോകുന്ന ആളെ വിളിച്ചിട്ട് സദക്ക കൊടുക്കാനല്ല. അതിന്റെ വിശാലമായ അർത്ഥത്തിൽ ഇനി സംസാരിക്കാനുണ്ട്, അസബീലും സദക്കയൊക്കെ സംസാരിക്കാനുണ്ട് നമുക്ക്. അപ്പൊ അസബീൽ അതോ ഒരു വാക്കെടുത്ത അത് വേറെ ക്രിസ്ത്യൻ വന്നിട്ടുണ്ട്, അത് വേറെ അട്ടിമറിച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന് സബീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം കിട്ടാന്നാണ് വഴിയാത്രക്കാരന്. അവിടെ വേറെ കുട്ടി കിട്ടൂല. ഇവിടെ ഇതിന് ഒരു കുട്ടീനെ പറയാതെ ഇതിന് സബീലിന് ഒരു കുട്ടീനെ അറിയണം. അവിടെ ആള് വലിയ ആൾ തന്നെയാണ്. ഇതിന് സബീൽ തന്നെ അല്ല കുട്ടി, ഇതിന് തന്നെ കുട്ടിയല്ലേ. അപ്പൊ ഇതിന് സബീൽ തന്നെ അത് വലിയ ആളൊന്നും, വലിയ യാത്രക്കാരൻ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ആ അർത്ഥം എങ്ങനെയും വെക്കാം.